ഫസ്റ്റ് ദിവസം സാറ് സിദ്ധു ജിഷ്ണു ഇങ്ങനെ ക്യാൻറ്റീനിൽ നിന്ന് ഇറങ്ങി വരുന്ന ഷോട്ടാണ് എടുത്തോണ്ടിരിക്കുന്നത്. അന്ന് സൂചനാണ് ക്യാമറ ചെയ്യുന്നത്. വേണിച്ചേട്ടൻ കുറച്ച് കഴിഞ്ഞാൽ വരുന്നുണ്ട്. അപ്പൊ അന്ന് സാറത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ കുട്ടികളൊക്കെ കൈയടിക്കുന്നുണ്ട്. അപ്പൊ ഞാനും സന്തോഷിച്ചു. ഓക്കെ, ഞാനും ഷൂട്ടിങ് തുടങ്ങി. അത് കഴിഞ്ഞിട്ട് സാറിനോടൊന്നും പറയാനൊന്നുമില്ല. പിന്നെ രേണുക ഇങ്ങനെ ഒരു അപ്രോച്ച് ചെയ്യുന്ന ഒരു ഷോട്ട്. അപ്പൊ ഞാൻ അവിടെ കൊട പിടിച്ചോണ്ട് നിൽക്കുന്നുണ്ട്, ഈ ലൈറ്റ് കട്ട് ചെയ്യാം. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ പരിപാടിയൊന്നും നമ്മൾ സിനിമയിൽ സ്ക്രീനിൽ കാണുന്നില്ലല്ലോ. കൊട കട്ട് ചെയ്യുന്നു, ലൈറ്റ് കട്ട് ചെയ്യുന്നു, ലൈറ്റിന്റെ വേരിയേഷൻ, ലുക്ക് ഇവിടെ നോക്കി പറയുക. അപ്പൊ എനിക്ക് ഇതൊക്കെ പുതിയ അനുഭവമായിരുന്നു. അപ്പൊ ഞാൻ 2 ഷോട്ട് കഴിഞ്ഞപ്പോ 2 ടേക്ക് കഴിഞ്ഞപ്പോ കൊട പിടിച്ച് കട്ട് ചെയ്തിരുന്ന ചേട്ടൻ എന്റെ കയ്യിൽ കൊട വന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ജോലിക്കാൻ എടുത്തു. ഞാൻ ആ കൊട വാങ്ങിയിട്ട് ഒരു കുറച്ച് ടേക്ക് പോവുക. അങ്ങനെ ഞാൻ കട്ട് ചെയ്ത് സാറിന്റെ മുഖത്തേക്ക് നോക്കും കിടക്കി ഞാൻ. അപ്പൊ സാർ നോക്കുന്നുണ്ട്. അത് ഓക്കെ, കറക്റ്റ് ജോലി. അന്ന് ഉച്ചയായപ്പോ ഷൂട്ട് ബാക്കപ്പ് വരും. സാർ കാറിലേക്ക് കയറാൻ പോകുമ്പോ ഞാൻ സാറിന്റെ അടുത്തേക്ക് ഓടിയപ്പോ സാർ ഞാൻ ജോയിൻ ചെയ്താ ഇപ്പൊ ഇല്ല. സാറല്ലേ പറഞ്ഞേ പരീക്ഷ കഴിഞ്ഞിട്ട് വരാൻ. എന്നാൽ ഇപ്പൊ തന്നെ ആള് കൂടുതലാണ്. ഈ ആള് കൂടുതലാന്ന് പറഞ്ഞത് സൗബിൻ നേരത്തെ പറഞ്ഞ കഥയിലെ സൗബിനേക്കാൾ മൂത്ത ഒരു കസിൻ അവിടെ വന്ന് പെട്ടിട്ടുണ്ട്, ഷംജു. അപ്പൊ അവനടക്കം ആള് കൂടുതലായിട്ട് നിൽക്കുക അസിസ്റ്റന്റ് ഡയറക്ടറിന്റെ വിഭാഗത്തിൽ. അപ്പൊ ഞാൻ സാറിന്റെ ഭയങ്കരമായിട്ട് പ്രഷർ കൊടുത്തു. സാറ് ഞാൻ അമ്മയുടെ വീട് ഇവിടെ തൃശ്ശൂര് ഏനാമാവാണ്. അപ്പൊ അവിടെ നിന്ന് വന്നോളാം, ഫുഡ് പുറത്തുനിന്ന് കഴിച്ചോളാം. ഞാൻ പൊന്നാനിയിലെ ചാക്കോച്ചേട്ടന്റെയും മരിയ ടീച്ചറുടെയും മകൻ. അങ്ങനെ യാതൊരു തരത്തിലും സാറിന് ഒഴിവഴയാൻ പറ്റാത്ത രീതിയിൽ സാറ് എന്നാ സെലീനെ കണ്ടോളാൻ പറഞ്ഞു.